മാർക്കോ എന്ന ചിത്രം ഒത്തിരിയേറെ ചർച്ചകൾക്ക് വിധേയമായ ഒരു ചിത്രമാണ്. മാർക്കോയെ കുറിച്ച് ഉള്ള ഒരു റിവ്യൂ അല്ല ഇത്, മറിച്ച് ആ ചിത്രം നമ്മളിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ചാണ്. ഈ ചലച്ചിത്രങ്ങളെല്ലാം എപ്പോഴും പല ആളുകളുടെയും കലാവിരുന്ന് തന്നെയാണ്. അതൊന്നും വിമർശിക്കുകയല്ല എൻ്റെ ഉദ്ദേശം, മറിച്ച് ഈ ചിത്രം ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ടതിൻ്റെ കാരണം എന്ന് നമുക്ക് നോക്കാം. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ട ഒരു ചലച്ചിത്രം, വയലൻസിന്റെ ഒരു ചലച്ചിത്രം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അതിൻ്റെ കഥാപാത്രങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ ആവിഷ്കരണത്തെയോ ഒന്നുമല്ല ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഈ ചിത്രം അതിൻ്റെ വയലൻസിന്റെ പേരിലാണ് ആഘോഷിക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ സ്കിൽസായ എംപതി, കൈൻഡ്നസ്, കമ്പാഷൻ എന്നിവയെ കുറിച്ചാണ്. എന്താണ് എംപതി? എംപതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമ്മളോട് ഒരു പ്രശ്നം വന്ന് പറഞ്ഞു, നമ്മൾ കഷ്ടം, അയ്യോ അങ്ങനെയാണോ, അങ്ങനെ പറയുന്നത് സിമ്പതി എന്ന് നമ്മൾ പറയും. അതല്ല, നമ്മൾ അവരായി മാറുന്ന ഒരു അവസ്ഥ, അവരുടെ പ്രശ്നത്തിൽ നിന്ന്, അവരുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അവർ ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് വളരെ സിമ്പിളായിട്ട് എംപതിയെ കുറിച്ച് പറഞ്ഞാൽ. ഇനി അതല്ല, കുറച്ചുകൂടെ ക്ലിയർ ആകാനായിട്ട്, നിങ്ങൾ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ട സമയത്ത് അതിൽ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഭാഗങ്ങളും കൊലപാതകമാണ് അതിനകത്ത് നടക്കുന്ന മൊത്തം. അപ്പൊ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പെയിനും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഫിലിം പൂർണ്ണമായിട്ടും കണ്ടിരിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളിൽ എംപതി ഉണ്ട്. അതെല്ലാം നമുക്കത് ആഘോഷമായിട്ട് നമ്മൾ മാറ്റുന്നു. നമുക്കത് കാണുമ്പം ഒന്നും തോന്നുന്നില്ല, നമുക്കൊരു ത്രില്ലാണ് എങ്കിൽ നമ്മളിൽ എംപതി കുറവാണെന്നുള്ളതാണ്. അപ്പൊ ഈ എംപതി എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും, എംപതി മാത്രമല്ല അതുപോലെയുള്ള കമ്പാഷൻ, കൈൻഡ്നസ് എന്നുള്ള സോഷ്യൽ സ്കിൽസുകളെല്ലാം നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടും കേട്ടും മറ്റുള്ളവരുടെ മാതൃകകൾ കണ്ടും ഒക്കെ പഠിക്കുന്നതാണ്. ശരിക്കും മോഡേൺ സൈക്കോളജി പറയുന്നത് മനുഷ്യൻ ശരിക്കും സ്വാർത്ഥനായിട്ടല്ല ജനിക്കുന്നതെന്നാണ്. മനുഷ്യൻ ജനിക്കുന്നത് മറ്റുള്ളവരോടുള്ള സഹകരിക്കാനും അതുപോലെ തന്നെ സെൽഫ്ലെസ് ആയിട്ടൊക്കെയാണ് മനുഷ്യൻ ജനിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നാൽ അവന്റെ ജീവിത സാഹചര്യങ്ങളാണ് അവനെ സെൽഫ്ലെസ്സും ഒക്കെ ആക്കുന്നത്. അവനൊരു ജീവിത സാഹചര്യത്തിൽ സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കണ്ടുമുട്ടുന്നത്, അവരുമായിട്ടാണ് സമ്പർക്കം എന്നെങ്കിൽ അവൻ സെൽഫിഷായി മാറും. ആ സമയം അവൻ ജീവിക്കുന്ന സാഹചര്യം എംപതിയും കമ്പാഷനും കൈൻഡ്നസും ഒക്കെ ഉള്ള ആളുകളുടെ ഇടയിലാണ് അവൻ ജീവിക്കുകയും സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നെങ്കിൽ അവൻ അതെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം കുട്ടികളിൽ ഇത് വളർത്തിക്കൊണ്ടുവരാനായിട്ട് മാതാപിതാക്കൾക്കും പേരൻസിനും അവരുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ അവരുമായിട്ട് ആരൊക്കെ സമ്പർക്കത്തിലാകുന്നു അവർക്കൊക്കെ ഇതിനകത്ത് വലിയ പങ്കുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ പ്രായത്തിൽ 4 മുതൽ 6 വരെയുള്ള പ്രായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം. ഈ പ്രായത്തിലാണ് അവരുടെ ബ്രെയിൻ നന്നായിട്ട് വളർന്ന് അതിനകത്ത് കുറേയധികം ന്യൂറോൺസുകളും ന്യൂറോ കണക്ഷൻസുകളും ഉണ്ടാകുന്നു. അതെന്ന് വെച്ചാൽ ലേണിങ്ങിന് വേണ്ടി, പഠിക്കാനായിട്ട് ബ്രെയിൻ ഒത്തിരി പ്രിപ്പയർഡ് ആകുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ച് 5ാമത്തെ വയസ്സിൽ. ശരിക്കും ശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂറോൺസും ന്യൂറൽ കണക്ഷൻസുകളും ഉണ്ടാകുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഏകദേശം 50% കൂടുതലായിട്ട് ഈ കാലഘട്ടത്തിൽ കാണുമെന്നാണ് പറയുന്നത്. ഈ പ്രായം വളരെ സെൻസിറ്റീവുമാണ്. എന്തൊക്കെ ഈ പ്രായത്തിൽ നടക്കുന്നു അതായിരിക്കും ഈ വ്യക്തി തൻ്റെ ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കുന്നത്. അതിന് ഞാൻ ഉദാഹരണം പറയുകയാണ്, ഞാൻ പലപ്പോഴും എൻ്റെ തെറാപ്പി സെഷനുകളിൽ ക്ലയൻസിനെ കാണുമ്പോൾ അവരുടെ പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് കിടക്കുന്നത് ഈ പ്രായത്തിലായിരിക്കും. അപ്പോൾ ഈ പ്രായത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നാലും അതെല്ലാം ഈ വ്യക്തിയുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഒരു എക്സാമ്പിൾ നോക്കിയാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ എനിക്ക് ഏകദേശം ഒരു 4-5 വയസ്സൊക്കെ വരുമായിരിക്കും. ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇങ്ങനെ ഭിക്ഷാടനത്തിനായിട്ട് ആളുകൾ വരാറുണ്ട്. വീടുകളിലൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ചില്ലറ പൈസയൊക്കെ ഇങ്ങനെ വീടുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവര് വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അപ്പച്ചൻ ഇങ്ങനെ വരുമ്പം എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരും കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാനിങ്ങനെ വീടിന്റെ പുറത്തായിരിക്കും ചില സമയങ്ങളിൽ പുറത്ത് കളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള
ആളുകളെ കാണുമ്പോൾ ശരിക്കും ഞാൻ അവരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരായിരുന്നു. കാരണം എൻ്റെ ഉള്ളിൽ അന്ന് ചിന്തിച്ചിരുന്നത് ഇവരെ കാണുമ്പോൾ അപ്പം എന്നിൽ അത് ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബ്രദറ്, അവന് 2 കുട്ടികളുണ്ട്. ഏകദേശം 1.5 വയസ്സിൻ്റെ വ്യത്യാസം അവർക്കുള്ള, അവർ 3-4 വയസ്സൊക്കെ ഉള്ളവരാണ്. അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അവൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമ്പോഴത്തേന് ഒരെണ്ണമായിരിക്കും ഇവർക്ക് 2 പേർ കൂടെ വാങ്ങിക്കുന്നത്. ഒരു ചോക്ലേറ്റ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ടോയ് ആയിക്കോട്ടെ, അത് ഒരെണ്ണേ വാങ്ങിക്കുള്ളൂ. എന്നിട്ട് അവരോട് പറയാറുണ്ട്, നിങ്ങൾക്ക് 2 പേർ കൂടെ ഉള്ളതാണ്, ഇത് ഒരാളുടേതല്ല. അപ്പം ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഇവന് 2 എണ്ണം വാങ്ങിച്ചു കൊടുത്തുകൂടെ ഇവർക്ക്? പക്ഷെ അവൻ അവിടെ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്കിൽ എന്ന് പറയുന്നത് ഷെയറിങ്. മറ്റൊരാളെ ശ്രേഷ്ഠമായിട്ട് കരുതണം, ഇത് 2 പേരുടെ ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ കുഞ്ഞുനാളില് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം ശരിക്കും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കുട്ടികളെ പഴി പറയുകയോ പഴിചാരുകയോ അല്ല ചെയ്യേണ്ടത്, മറിച്ച് നമുക്കെങ്ങനെ പുതിയൊരു തലമുറയെ വാർത്തെടുക്കാമെന്ന് ചിന്തിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളല്ല ഇതിനകത്ത് പരിശ്രമിക്കണം, മറിച്ച് അവരെ വളർത്തുന്ന മാതാപിതാക്കളും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കെയർ ഗീവേഴ്സും ഒക്കെയാണ് ഇതിനകത്ത് കുറെ കൂടെ, അവർക്കാണ് കുറെ കൂടെ ഇതിനെക്കുറിച്ചുള്ള അറിവും കുറെ കൂടെ ഉള്ള പഠനങ്ങളും ഒക്കെ വേണ്ടത്. പ്രത്യേകിച്ച് ഈ ഒരു ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യവും കൂടെ അല്ല. അപ്പൊ കൂടുതലായിട്ട് സയന്റിഫിക് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ ചെയ്യുന്ന എന്താണ്, നമ്മൾ കൂടുതലും ഈ കുറ്റം മുത്തം മുഴുവനും നമ്മുടെ കുട്ടികളിലേക്ക് ചാർത്തിയാണ്, ഇന്നത്തെ തലമുറയിലേക്ക് ചാർത്തി കൊടുക്കുകയാണ്. ശരിക്കും ഇതിനകത്ത് പേരന്റിങ്ങിനും അധ്യാപകർക്കും ഒക്കെ വലിയ റോളുകളുണ്ട്. നമ്മൾ അവരെ ഫോം ചെയ്ത് നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനകത്ത് വലിയ വലിയ റോളുകളുണ്ട്. അത് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ മുഴുവൻ കുറ്റവും നമ്മൾ ഇന്നത്തെ തലമുറയിലേക്കാണ് കൊടുക്കുന്നത്. നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ എന്താണ് കൊടുത്തത് അവർ വളർന്നു വന്ന കാലഘട്ടത്തിൽ, അവരെല്ലാം ലേൺ ചെയ്ത സമയത്ത് നമ്മൾ എന്താണ് അവർക്ക് കൊടുത്തത്. അപ്പോൾ ഇനിയെങ്കിലുമുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ ശരിക്കും അവരല്ല മാറേണ്ടത്, അവരെ കെയർ ചെയ്യുന്ന, അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്ന, അവരെ വളർത്തിക്കൊണ്ടുവരുന്നവരാണ് മാറേണ്ടത്. അവരാണ് കൂടുതലും സയന്റിഫിക് ആയിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് പഠിക്കേണ്ടത്, അവർക്കാണ് ട്രെയിനിങ്ങുകൾ കിട്ടേണ്ടത്, അവരാണ് മാറേണ്ടത്. കുട്ടികളല്ല, അല്ലെങ്കിൽ ഈ തലമുറയല്ല മാറേണ്ടത്, മറിച്ച് ഇവരെ ഇതിനു വേണ്ടി ഒരുക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ആളുകളാണ് മാറേണ്ടത്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമുക്ക് നടത്തേണ്ടത്. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മുടെ സ്കൂളുകളിലായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബങ്ങളിലായിക്കൊള്ളട്ടെ ഒക്കെ നടക്കേണ്ടത്.